ബാഫക്കി തങ്ങളുടെ മകളാണ് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭാര്യ. അതും അറിയില്ലേ? അറിയാലോ അല്ലേ? ചിലരൊക്കെ ചിരിക്കണ്ടേ, അങ്ങനെ ഇരുന്നില്ല എന്നുള്ള മട്ടിൽ. ആ ക്വാളിറ്റി ഒന്നും ഉണ്ടായി. ബാഫക്കി തങ്ങൾ പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ ഇത്രയും സജീവമായി കാണുന്നു, അതിനൊരു കാരണമുണ്ട്. എൻ്റെ വീട്ടുമുറ്റത്ത് ആളുകൾ തടിച്ചു കൂടുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബാക്കിൽ പോയി അടുക്കളയിൽ ചായ കാച്ചിക്കൊടുന്ന ഒരു പാവം ബീവിമ്മയുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട പത്നി. അവരെ കൂടി പറയാതെ ബാഫക്കിയുടെ ചരിത്രം പൂർത്തിയാകില്ല എന്ന് തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ഭാര്യമാർ നമ്മുടെ സപ്പോർട്ടീവായിരിക്കണം. പക്ഷേ എന്താകരുത് നമ്മൾ ഒരിക്കലും അതിനോട് ചാരി മാത്രം നിൽക്കരുത്. കാരണം നമുക്ക് യാത്ര എത്ര ഉണ്ടെന്നറിയോ? അവിടെ ചോദിക്കണേ, എത്ര ടൈപ്പ് യാത്ര ഉണ്ട്? ഒന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ എല്ലാവരും കൂടി. എത്ര ടൈപ്പ് യാത്ര ഉണ്ട്? കുറേ ഉണ്ട്. എന്നാലും ഒന്ന് പറയേ, ആരൊക്കെ കൂടെ നമുക്ക് യാത്ര ചെയ്യാം? ബാച്ചിലേഴ്സുള്ള യാത്ര ഉണ്ട്, ഒറ്റക്കുള്ളതുണ്ട്, ഫാമിലി ആയിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട്സിൻ്റെ യാത്ര ഉണ്ട്, ബിസിനസ് യാത്ര ഉണ്ട്, പിന്നെ അതല്ല ആ ഫിലോസഫിക്കലല്ല പറഞ്ഞത്, സാധാ യാത്രയാണ്. മറ്റേ നിങ്ങൾ പറഞ്ഞത് എന്ത് യാത്ര ഒന്ന് ജനിക്കണതൊന്ന് മരിക്കണതോ ആയിരിക്കും ചിലപ്പോൾ. അതിലടക്ക് പുതിയാപ്പിളോണോ മൂന്നാമത് കരീം, നീ ഒരു വഴിയാത്രക്കാരനെ പോലെ ആവുക എന്നത്. ഓൾറൈറ്റ്, യാത്രകൾ നമുക്ക് എത്ര എണ്ണം ചെയ്യണം എന്നറിയോ? ഇതാ ശ്രദ്ധിച്ചോളൂ, എത്ര യാത്രകൾ നേതാവാകുമ്പോൾ ചെയ്യേണ്ട യാത്രകളാണ്. ശ്രദ്ധിക്കണ്ട. നമ്പർ 1 വിത്ത് മീ, എന്നോടൊപ്പം മാത്രമുള്ള എൻ്റെ യാത്ര. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര പോകണം. ഒറ്റയ്ക്ക് യാത്ര നല്ലതല്ല എന്ന് ഇസ്ലാമികപരമായിട്ടുണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. കാരണം നമ്മൾ ഏതൊക്കെ ചിലപ്പോൾ ഒരു കുന്നിൻ്റെ മേലെ പോയിരിക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, അള്ളാഹു എന്നെ പ്രവാചകനാക്കിയില്ലായിരുന്നുവെങ്കിൽ ആകാശത്തെ നക്ഷത്രങ്ങൾ എണ്ണീട്ട് ഞാൻ എൻ്റെ ജീവിതം കഴിക്കാൻ. അത്രത്തോളം ഇവിടെ പ്രകൃതിയിൽ എന്തുണ്ട്, സംഭവങ്ങൾ ചിന്തിക്കാണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ആകാശത്തേക്ക് നോക്കിയിട്ട് നക്ഷത്രങ്ങളൊക്കെ നോക്കിയിരിക്കലുണ്ട്? ആകാശം തന്നെ കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ടോ? എപ്പോഴും അവൈലബിളായ ഒരു സാധനമാണ്. ഈ പേഴ്സണാലിറ്റിയിൽ വളരെ ശ്രദ്ധിച്ചോ, ഇതിൽ പർവ്വതത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? അതാ ഞാൻ പറയാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ, സൈക്കോളജിയാണിത്. പർവ്വതം ശ്രദ്ധിക്കണേ, കാട്, മരുഭൂമി, കടല്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞിപ്പോൾ? പർവ്വതം, കാട്, മരുഭൂമി, കടല്, അല്ലേ? ആകാശം. എത്രയായി? 5 എണ്ണം. ഇനി ഒന്ന് കണ്ണടയ്ക്കും. എന്നിട്ട് ഈ 5 കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. 5 എണ്ണം. കടലിങ്ങനെ തിരമാലകൾ ഇങ്ങനെ ആർക്കണത് ആലോചിച്ച് നോക്കി. പർവ്വതങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന, ഇനി സാധാരണ നമ്മളെ മണ്ണാർക്കാട്ടിലെ കുന്നൊന്നും കണ്ടാൽ പോരാ. ടിറ്റിലിസ് പർവ്വതമോ അല്ലെങ്കിൽ നമ്മളെ പിന്നെ എവറസ്റ്റോ ഇതൊക്കെ ഇങ്ങനെ കാണണം. പർവ്വതങ്ങൾ. പിന്നെ കാടുകൾ. കാട് എന്ന് പറഞ്ഞാൽ ചന്ദനക്കാവ് കാടെല്ലാം പറഞ്ഞത്. ഏറ്റവും ഇതായിട്ടുള്ള ആമസോൺ കാടുകളാവട്ടെ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൻ്റെ ബോർഡറായിട്ടുള്ള ഗവി കാടെങ്കിലും നമ്മൾ കണ്ടോരാരാ ഗൾഫിൽ നിന്ന് വന്നാൽ കുടുംബത്തിൽ അടക്കാന്നല്ലാതെ ഗവി കാടൊന്നും കാണാൻ പോകില്ലല്ലോ. ആ കാടൊന്ന് ആലോചിക്കും. പിന്നെ ഏത്? കടലാലോചിച്ചു. ഇനി മരുഭൂമി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മരുഭൂമി. ഒന്നാലോചിച്ച് നോക്കിയാട്ടെ, സഹാറ പോലുള്ള മരുഭൂമി. ശരി, ഒരു ചെറിയൊരു സൈക്കോളജിക്കൽ ടെസ്റ്റാണ് കേട്ടോ. ആകാശം എന്നാലോചിച്ച് നോക്കിയാട്ടെ. ഇതിൽ ഇനി കണ്ണുറക്കി, ഇതിൽ 1-ാം സ്ഥാനം പർവ്വതത്തിന് കൊടുക്കണവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. ആണ് പൊക്കിക്കോളിയും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത്രയും ആൾക്കാരുണ്ട്. ഒന്ന് കൈയടിച്ച് കൊടുക്കും. ഗുണങ്ങൾ ഞാൻ പിന്നെ പറയാട്ടാ, ഗുണങ്ങൾ പിന്നെ. 2-ാം സ്ഥാനം കടലിന് കൊടുക്കണവരൊന്ന് കടലിന് കുറേ ആൾക്കാരുണ്ട്, മാഷാ അല്ലാഹ്. അതെ. പിന്നെ 1-ാം സ്ഥാനം മരുഭൂമിക്ക് കൊടുക്കണവർ ഒരാളുണ്ട്. ഓക്കെ. പിന്നെ 1-ാം സ്ഥാനം കാടിന് കൊടുക്കണവർ, അതും കുറേ ആൾക്കാരുണ്ട്. 1-ാം സ്ഥാനം ആകാശത്തിന് കൊടുക്കണവർ, അതും കുറേ ആൾക്കാരുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റിൽ സാധാരണ പറയപ്പെടുന്നത്, ഞങ്ങളൊരു ക്യാമ്പ് പങ്കെടുത്തിരുന്നു, അതിൽ പറയപ്പെടുന്നത് മരുഭൂമി, അത് അധികം ആളില്ല, ഞാൻ ആളെങ്ങനെ നോക്കണ്ടട്ടാ, അയാളൊരു വരണ്ട മനസ്ഥിതിക്കാരനായിരിക്കും. ഞാൻ അയാളെങ്ങനെ നോക്കല്ലേ നിങ്ങൾ, അയാൾ ചിലപ്പോൾ ആളിനെ കണ്ടു ആ സാധു നമ്മുടെ സുഹൃത്തും കൂടിയാണ്. അങ്ങനെയല്ല, ഒരു എപ്പോഴും ഇങ്ങനെ ഒരു ഉണങ്ങിങ്ങാണ്ടുള്ള. രണ്ടാമത്തത് കാട്. ആരൊക്കെ കാട് പൊക്കിയവർ? യെസ്, കാട് പൊക്കിയവർക്ക് വന്യമായൊരവസ്ഥ ഉണ്ടാവുന്ന, നല്ല രീതി പുറത്തേക്ക് കാണിക്കുക, പക്ഷെ ഉള്ളിൽ കുറേ കടുമ്പുണ്ടാവുന്നുണ്ട്.
മനസ്സിലായ? ഓരോ പ്രകൃതങ്ങളാണ്, ഓരോ പ്രകൃതങ്ങളായിട്ട് കണ്ടാൽ മതി. ശരി, ഈ പർവ്വതമുള്ളവരൊന്ന് കൈപൊക്കിയാട്ടെ. ഇനി പൊക്കാതിരിക്കണ്ട. പർവ്വതം നല്ല മനുഷ്യന്മാരാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ചൊരു അഹങ്കാരം ഉണ്ടാവുന്നുണ്ട്. ഒന്നിങ്ങനെ ഉയർന്നു നിൽക്കാനുള്ള ഒരു ആ സാധൊക്കെ പാവാട്ടോ, അവനൊന്നും നോക്കണ്ടേ, ഒരു കുറച്ചൊരു എന്തുണ്ടാവും, ഒരു ഇതുണ്ടാവും എന്നാണ്. എന്നാൽ ഇതിൽ പിന്നെ ഏതാ കടലുള്ളവരൊന്ന് കൈപൊക്കിയാട്ടെ. കടലുള്ള കുറേ ആൾക്കാർ അയാളെ ഒരു പ്രകൃതത്തിൽ കാണാൻ പറ്റില്ല എന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശോഭങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ശാന്തതകൾ എന്ന് വെച്ചാൽ പ്രകൃതം മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര ശീൽക്കാരത്തിൽ, ചിലപ്പോൾ ശാന്തതയിൽ, അങ്ങനത്തെ ഒരു പ്രകൃതമായിരിക്കും എന്നാണ് കൂടുതൽ. ഇതിപ്പോൾ അത്ര വലിയ ടെസ്റ്റ് ചെയ്തിട്ടൊന്നും അല്ല കേട്ടാ, നിങ്ങളിങ്ങനെ പറഞ്ഞതിനനുസരിച്ച്. ആകാശമുള്ളവരൊന്ന് കൈപൊക്കിയാട്ടെ. കുറേ ആൾക്കാരുണ്ട് ആകാശമുള്ളവർ എപ്പോഴും ശാന്തരായിരിക്കുന്ന, കൂടുതൽ എന്തായിരിക്കും, ശാന്തർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലേറ്റവും കൂടുതൽ നമ്മൾ കാലിബ്രേറ്റ് ചെയ്ത് കാണേണ്ടതും ആകാശമാണ്. ബാക്കിയൊക്കെ ഓരോരോ സാധനങ്ങളാണ്. ആകാശത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ആകാശം നോക്കാറില്ല, ആകാശത്തേക്ക് ഉയരാറില്ല, ആകാശം പോലെ ചിന്തിക്കാറില്ല, ആകാശം എന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്ക് എത്താറില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചെറിയ സമയം കൊണ്ട് ചിലപ്പോൾ തെറ്റായി ചിന്തിച്ചിട്ട് തെറ്റായി പറഞ്ഞതൊക്കെ ഉണ്ടാവും. ഇതൊന്നും നിങ്ങളുടെ പ്രകൃതം എന്നും പറഞ്ഞാൽ ആ സാധു ഇപ്പോൾ കൈബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടാവും, പടച്ചവൻ എനിക്ക് ആകാശം പറഞ്ഞത്. അയാൾ പെട്ടെന്നാണ് പറഞ്ഞതാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇനിയിപ്പോൾ ആ സാധുവിനെ മാത്രം വരേണ്ടതെന്ന് പറഞ്ഞാൽ എന്താക്കരുത്, നിങ്ങൾ കഴിച്ചുകൊണ്ടരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഓരോരുത്തർക്കും ഓരോ പ്രകൃതങ്ങളുണ്ട്. ആ പ്രകൃതത്തിനനുസരിച്ചായിരിക്കും നമ്മൾ എവിടെ ഉണ്ടാവുക, നമ്മൾ പാർട്ടിക്കകത്തുണ്ടാവുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കോളറിക്ക് ഉണ്ടല്ലോ, കോളറിക്കായ ആൾക്കാരുടെ പ്രകൃതം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളതാണ് എന്നല്ല പറഞ്ഞത്, മീറ്റിങ്ങിൽ വെറുതെ, രണ്ടാമത് പറഞ്ഞ മീറ്റിങ്ങിൽ വെറുതെ ചൂടായി കണ്ടു. എന്തിനാ മൂപ്പര് പറഞ്ഞു നിന്ന്, എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ. എന്ത് പറഞ്ഞ്, ഞങ്ങളവിടെ നമ്മളെ മൈമുട്ടിയാക്ക ഉണ്ടായിരുന്നില്ല, പാവം മരിച്ചുപോയി. നമ്മൾ മേപ്പത്തൂര് കച്ചവടം ചെയ്തിന് മൈമുട്ടിയാക്ക, മൂപ്പരെങ്ങനെ പറയായിരുന്നു, എന്ത് എന്നാലും ഓനത് പറയാൻ പാടണ്ട. അപ്പോൾ നമ്മൾ ചോദിക്കും, ആര് മൈമുട്ടിയാക്ക, ആരാന്നൊന്നും പറയില്ല മൂപ്പര്. എന്താ പോനാ പറഞ്ഞത്. അപ്പം എന്താ മൈമുട്ടിയാക്ക, എന്തായി. അപ്പം അതിങ്ങനെ എന്താണെന്നും പറയില്ല, ആരാണെന്നും പറയില്ല. ആ സാധു ഇങ്ങനെ എന്തായി ആരായി എന്ന് പറഞ്ഞുകൊണ്ട്. ഇതേപോലെ ഇവൻ എന്തിനായി പറയുന്നത് എന്നുപോലുമില്ലാതെ വെറുതെ എതിർക്കുക. അതിനാദ്യം തന്നെ ആക്കും, ഞാൻ വരുന്നുണ്ട് മീറ്റിങ്ങിനെന്ന് അറിയാം. ദേശത്തിലാണ്ട് വരിക. സഹോദരന്മാരെ, ദയവ് ചെയ്തിട്ട് പാർട്ടിയെ പൊളിക്കാൻ നമ്മൾ മീറ്റിങ്ങിൽ ആകെ കസറി നിന്നോണ്ടൊന്നും കാര്യം. ഞാനാണ്ട് ചോദ്യം ചെയ്ത്, ഞാനാണ്ട് പറഞ്ഞ് ഇങ്ങനത്തെ വർത്താനം കൊണ്ടുവരരുത്. നമ്മൾ വളരെ പൊളൈറ്റായി, നമ്മൾ വളരെ നേതൃത്വ പാഠവുമുള്ളവരായി, വളരെ നല്ല പ്രകൃതക്കാരായി മാറണം. ഇല്ലെങ്കിൽ നമ്മൾ മാറ്റണം. ഈ മാറ്റുന്നതിൻ്റെ പേരാണ് കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കില്ലാത്ത സിദ്ധികളെ വളർത്തിക്കൊണ്ടുവന്ന് അതിമനോഹരമായി നമ്മളിലേക്ക് അതിന് ഫൈൻ ട്യൂണിങ് നടത്തണം. ഉദാഹരണത്തിന് നമ്മൾ കോളറിക് പേഴ്സണാലിറ്റി ആണെങ്കിൽ നമ്മൾ എന്താക്കണം, മെലങ്കളിക്കിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രയത്നങ്ങൾ നടത്തണം. പ്രയത്നം നടത്തി മാറ്റാം, അതിൽ തന്നെ ഉറച്ചു നിൽക്കണ്ട. പക്ഷേ ഒരാളുടെ പ്രകൃതം മാറണമെങ്കിൽ 4 മാറണം. ശ്രദ്ധിക്കണേ, പെർസെപ്ഷൻ, ഒപ്പീനിയൻ, ബിലീഫ് സിസ്റ്റം, ആറ്റിറ്റ്യൂഡ്. ഇന്ന് ലോകത്തിൽ കമ്പനികൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് എന്തിനാണെന്നറിയോ? ഒരു മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കാനാണ്. കമ്പനികൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് എവിടെയെന്നറിയോ? HR ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം ബിസിനസ്സിൽ 4 M's ഉണ്ട്. ഏതൊക്കെയാ? ബിസിനസ്സിനും 4 M's വേണം. ആരുമില്ലേ MBA ചെയ്ത് ഇവരെ? ഏതൊക്കെ 4 M's? മണി, മെഷീനറി, മെറ്റീരിയൽസ്, മാൻ. ഈ 4 സാധനങ്ങളുമാണ് എല്ലാ ബിസിനസ്സിനും, ഒട്ടുമിക്ക ബിസിനസ്. ഏതൊക്കെയാണ് പറഞ്ഞാട്ടെ? മണി, മെഷീനറി, മെറ്റീരിയൽസ്, മാൻ. ഇതാണ് 4 M's. അതിൽ ഏറ്റവും മെനക്കെട്ട സാധനം എന്താണെന്നറിയോ? ഏതാണ്? മണിയെ അങ്ങോട്ട് 1 കോടി ഉറുപ്പ്യ എങ്ങോട്ട് എടുത്ത് മറിച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് മണിയൊന്നും പറയില്ല. പറയോ? പൈസ പറയോ? മെറ്റീരിയൽസ് പറയോ? മെറ്റീരിയൽസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റിയാവ് പറയോ? ഇനി ഇമോഷൻ ഇല്ല. മണിക്ക് ഇമോഷൻ ഇല്ല, പിന്നെ ഏതിനുമില്ല, മെറ്റീരിയൽസിനും ഇല്ല, മെഷീനറിക്കും ഇല്ല. ഉണ്ടോ? പക്ഷെ ആകെ ഇമോഷണൽ ടീമുണ്ട്. അതാരാ? മാനാണ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റാൻ പണി ആരെയാ? നിങ്ങൾ പറയാ, ആരെയാണ്? മനുഷ്യനെ. വിശുദ്ധ ഖുർആനിലൊരു വാക്കുണ്ട്. വിശുദ്ധ ഖുർആനിൽ അമേരിക്കയിലെ ഏറ്റവും ടോപ്പ് റേഞ്ചുള്ള മീറ്റിങ്ങിൽ ലോകത്തിൻ്റെ ഒരു പ്രസിഡന്റ് ഓതിയത് അതേ ആയത്താണ്. പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് വിശുദ്ധ ഖുർആനിലൊരു വാക്കുണ്ട്, ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. എന്താണ്? അവർ സ്വന്തം മാറിയാലല്ലാതെ ദൈവം അവരെ മാറ്റാൻ പോകുന്നു. ലാ യുഗയ്യിറു മാ ബിഖൗമിൻ,
ഒരു ഖൗമിനെയും അല്ലാഹു മാറ്റുകയില്ല, ഒരു സമുദായത്തെയും അല്ലാഹു മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവർ സ്വയം മാറിയാലല്ലാതെ. എത്ര ഡെപ്ത് വാക്കാന്ന് ആലോചിക്കട്ടെ. ഒരു മനുഷ്യൻ സ്വയം മാറാൻ തീരുമാനിച്ചാലല്ലാതെ അല്ലാഹു അവരെ മാറ്റുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. മനസ്സിലായോ? അപ്പൊ ആരാ ഈ സ്വയം മാറാൻ വേണ്ടി തീരുമാനിക്കണ്ടേ? നമ്മൾ വിചാരിക്കും പടച്ചോൻ മാറ്റും. അല്ലാഹ് പറയാണ് ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു ഖൗമിനെയും ഒരു സമൂഹത്തെയും അല്ലാഹു മാറ്റുകയില്ല. യുഗയ്യിർ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ഈ കാണുന്ന ഇതിനെ ഇങ്ങനെ അങ്ങോട്ടാക്കുന്നതിൻ്റെ പേരാണ് യുഗയ്യിർ. ലാ യുഗയ്യിർ, മൊത്തത്തിൽ ചേഞ്ച് ആക്കുക. ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, സ്വയം മാറാൻ തീരുമാനിക്കാത്ത ഒരു ജനതയെയും അല്ലാഹു മാറ്റും. അപ്പോൾ മാറേണ്ടതാരാ? നിങ്ങൾ പറയും. ആരാ മാറണ്ടേ? സമയം വൈകുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാ? ആരാ മാറണ്ടേ? നമ്മൾ മാറണം. നമ്മളെ മാറ്റങ്ങൾ ഏതൊക്കെ മേഖലയിലേക്ക് വേണം? 4 മേഖലകൾ പറയാം. ഒന്ന് എഴുതി വെച്ചോ, 4 മേഖലകൾ. ആ 4 മേഖലകളും മാറണം. അറിയുന്നതന്നെ ആയിരിക്കും എന്നാലും. നമ്പർ 1, നേതാവാൻ പോവല്ലേ? ഉറപ്പല്ലേ? നമ്പർ 1 മാറേണ്ടത് എവിടെയാണെന്നറിയോ നിങ്ങൾ? ഫിസിക്കൽ ചേഞ്ച്. എന്താവണം? ഫിസിക്കലി നമ്മൾ മാറണം. എന്താ ഫിസിക്കലി മാറുക എന്ന് പറഞ്ഞാൽ? കുറച്ച് മാറാണ്ട്. എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1932 നിങ്ങൾ വേണമെങ്കിൽ മാറ്റിയാൽ മതി കേട്ടോ. 932 വർഷം എഴുതി വെച്ചോ. 932 അങ്ങനെ എഴുതിയേക്കണ്ട, ഞാൻ വെറുതെ എഴുതിയേക്കാൻ പറ്റും. 932 ഗാന്ധിജി പഞ്ചസാരയെ വിളിച്ച പേരാണ് വൈറ്റ് പോയിസൺ. എന്നറിയോ? 932 വൈറ്റ് പോയിസൺ. ഇന്ന് ഒട്ടുമിക്ക കേരളീയരുടെ ഈ ഒരു വല്ലാത്ത അസുഖത്തിൻ്റെ, പ്രമേഹത്തിൻ്റെ കാരണം ഏതാ? ഇതേ പഞ്ചസാരയാണ്. പക്ഷെ അത് ഒഴിവാക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് വന്നതിന് ശേഷം മാറ്റാമെന്നാണ്. നോ. ഇപ്പം അള്ളാൻ്റെ അനുഗ്രഹത്താൽ ഇപ്പം ഞാൻ കുറേ ആയിട്ട് ഈ മധുരം ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. എപ്പോഴും ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. മധുരം കഴിക്കുമ്പോൾ നമ്മൾ ഉറങ്ങുകയാണ്. മധുരം കഴിക്കുമ്പോൾ നമ്മൾ വേറെ ലോകത്തേക്ക് പോവാണ്. ഡോക്ടേഴ്സ് പറയട്ടെ അല്ലേ, മധുരം ഒഴിവാക്കാൻ തന്നെ വരും പറയാം. മധുരം എന്ന് അത് ആഡഡ് ഷുഗർ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് ആകാം, മറ്റേതാകാം. ഫ്രൂട്ട്സിൽ തന്നെ ചില ശ്രദ്ധിക്കേണ്ടതൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞുതരും. ഞാൻ പറയുന്നത് നമുക്ക് എന്തുകൊണ്ടൊന്ന് ചേഞ്ച് ആയിക്കൂടാ? നമ്മുടെ ശരീരത്തെ ഒന്ന് ചേഞ്ച് ആക്കിക്കൂടാ? ഇപ്പം ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് ഇരിക്കുമ്പോൾ ഞാൻ ആധികാരികമായിട്ട് കുറേ പറയുന്നില്ല, പക്ഷേ എൻ്റെ റിസർച്ച് ഞാൻ പറയാം. കുറേ ഡോക്ടേഴ്സിനോട് സംസാരിച്ചത് പ്രകാരം ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഗൾഫിലെ കുറേ ചെറുപ്പക്കാർ പെട്ടെന്ന് എന്താക്കുന്നുണ്ട്, അറ്റാക്ക് വന്നിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ മരിക്കുന്നു. അതിന് വലിയ കാരണമായിട്ട് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ഈ ഉറക്കമൊഴിച്ച പരിപാടിയാണ്. കാരണം വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മആശ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാത്രിയെ ഞാൻ നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നു, പകലിനെ ഞാൻ നിങ്ങൾക്ക് എന്താക്കി തന്നു? മൈഷത്തിൻ്റെ കാര്യമാക്കി തന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും പടച്ചവനെ ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ എന്നുള്ളത്. നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർക്ക് ആ പകലൊരു ഉറക്കണ്ടല്ലോ, കൃത്യമായിട്ട് അങ്ങോട്ട് ചേഞ്ച് ആക്കാം മേ ബി. പക്ഷേ നമ്മൾ കാര്യമില്ലാതെ ഇതിലിരുന്നു കൊണ്ട് 11 മണിക്കപ്പുറം ഞാൻ ഒരിക്കലും എന്താക്കില്ല, ഉറക്കമൊഴിക്കില്ല എന്ന തീരുമാനം. ഇപ്പം ഏകദേശം 4:46 ബാങ്ക്. എത്രക്ക ബാങ്ക്? 4:46 അല്ലേ? ഇന്നലെ എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയാണ്, ഇവിടെ എത്തിയപ്പോഴുള്ള ബാങ്കിൻ്റെ അത്രയും സമയം ബാങ്കാണ്. ഇനി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എണീക്കണം എന്നാണ്. അതാണ് ഒരു മുസൽമാൻ്റെ കടമ. ബാങ്ക് കൊടുത്താലെങ്കിലും എന്താക്കണോ, എഴുന്നേൽക്കണ്ടേ? പക്ഷേ നമ്മൾ എഴുന്നേൽക്കുന്നത് എപ്പോഴോ ആണെങ്കിൽ നമ്മുടെ ഉറക്കത്തിന് പ്രശ്നം. ഫസ്റ്റ് ചേഞ്ച് ആകേണ്ടത് നമ്മുടെ ബോഡിയാണ്, നമ്മളെ മെറ്റാബോളിസം. അതിനെക്കുറിച്ചിട്ട് ഇവർ പറഞ്ഞുതരും, ഡോക്ടേഴ്സ് പറഞ്ഞുതരും. കാരണം നമ്മുടെ കംപ്ലീറ്റ് മെറ്റാബോളിസം തെറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമുക്കുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ. ചേഞ്ച് ആകേണ്ടത് ഫിസിക്കാണ് ആദ്യം, അഥവാ എക്സസൈസ്. ഡെയിലി എക്സസൈസ് ചെയ്യുന്നവരൊന്ന് കൈപൊക്കിയാട്ടെ. മാഷാ അല്ലാ, ദുബായൊക്കെ മൊത്തം മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഡെയിലി എക്സസൈസ് ചെയ്യുന്നവർ അറ്റ്ലീസ്റ്റ് സ്ട്രെച്ചിങ് എങ്കിലും ചെയ്യണം. എന്ത് ചെയ്യണം? സ്ട്രെച്ചിങ് എങ്കിലും ചെയ്യണം. നിങ്ങൾക്ക് ഷട്ടിൽ കളിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തായാലും വേണ്ടില്ല. പക്ഷെ അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ട്രെച്ചിങ് എങ്കിലും ഒന്ന് ചെയ്യണം. സ്ട്രെച്ചിങ് എവിടുന്ന് തുടങ്ങണം? ഇതിൽ കുറേ കളരി ഇതൊക്കെ പഠിച്ചവരൊക്കെ ഉണ്ടാവാം. പക്ഷേ തലമ്മൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലതെന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രം പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തുടങ്ങണം. അപ്പം നമ്മൾ ഇതൊന്ന് പിടിച്ചാട്ടെ, എല്ലാവരും എഴുന്നേറ്റാട്ടെന്ന്. അതൊന്നല്ല, അവനാൻ്റെ സ്ട്രെച്ചിങ് അവനാൻ തന്നെ ചെയ്യും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നിന്നാട്ടെ. ഫസ്റ്റ് തലമെന്ന് തുടങ്ങുക. കുറച്ച് വിരലൊക്കെ ഒന്ന് ശക്താക്കി, തലയും തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിക്കാളും തൽക്കാലത്തേക്ക്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്നിട്ട് ഈ വിരലുണ്ടല്ലോ, വിരല് അതൊന്ന് ശക്താക്കുക. ഭയങ്കര എന്നിട്ട് ബാർബർമാർ ചെയ്യുന്നില്ല, ഇങ്ങനെ ഭയങ്കര രസമാക്കിയിട്ട് അതൊന്ന് ചെയ്ത് നോക്കിയാട്ടെ. അവനാൻ്റെ തലക്കല്ല, വേറുള്ളവൻ്റെ തലക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ടും കുറച്ച് സ്ട്രോങ് ആയി എടുക്കണം, വിരലെടുക്കണം. അങ്ങനെയല്ല. നോക്കി ഇപ്പം ഇതാ ഇങ്ങനെ ഇത്ര ശക്തിയിലാക്കണം.
തലയോട്ടിക്ക് ഒന്നും സംഭവിക്കൂല, വിരലല്ലേ, ഒന്ന് സ്ട്രോങ്ങിലാക്കിക്കോ, സ്ട്രോങ്ങിൽ. ഒരു വിരലൈറ്റ് അല്ലാന്ന്, രണ്ട് വിരലൈറ്റ് ആക്കിക്കോ, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കുറച്ച് സ്ട്രോങ്ങിലായി. ആരെയും വരുതണ് വെച്ചിട്ട് വിരല് മേലേക്ക് കയറി ഇറങ്ങട്ടെ, ഇങ്ങനെ അങ്ങനെ ഇറങ്ങട്ടെ. ഒന്ന് സ്ട്രോങ്ങില്, കുറച്ച് സ്ട്രോങ്ങില്. പോരെ ഇത് തിരൂരാണ്, തിരൂരിന്റെ സ്ട്രോങ് കാണിക്കണം. ഒന്ന് സ്ട്രോങ്. കസണ്ടി അയച്ചിട്ടൊന്നും കുഴപ്പമില്ല. ഓക്കെ ഇരുന്നോ. സ്ട്രെച്ചിങ്. ഇനി തലമ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചു നോക്ക്, ജസ്റ്റ് ഒന്ന് അടിക്കുക. നിങ്ങൾക്കൊരു പുതിയ എനർജി കിട്ടും. ഇരിക്ക്. കണ്ണിന്റെ സ്ട്രെച്ചിങ് ഉണ്ട്, ശ്രദ്ധിക്കണേ. കണ്ണിന്റെ സ്ട്രെച്ചിങ് ശ്രദ്ധിക്ക്. ഇപ്പൊ നെറ്റിയുടെ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കണം, ഇങ്ങനെ ശക്തമായിട്ട് ആക്കണം. ഇത് ചൈനക്കാരുടെ രീതിയാണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കല്. അതേമാതിരി പുരികത്തിന്റെ ഭാഗത്താക്കല്. ഇതേപോലെ തന്നെ കവിളിന്റെ ഈ ഭാഗത്താക്കിയാൽ കവിൾ എപ്പോഴും ഇങ്ങനെ ഷൈനിങ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇതൊക്കെ ഈ ചൈനക്കാരുടെ ഓരോ രീതികൾ, സുജോക്കു എന്ന് പറയും. ഇങ്ങനെയാണ് അതിന്റെ രീതി. റൈറ്റ്. വേർക്കുമ്പോഴെല്ലാം ഇങ്ങനെ ആക്കുക. അതേമാതിരി തന്നെ ചിറി കോടാതിരിക്കാൻ അവർ പഠിപ്പിക്കുന്ന രീതിയാണ്. ഇങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ആൾക്കാരെ കണ്ടത് ജപ്പാനിലും അതേപോലെ തന്നെ ചൈനയിലൊക്കെ തന്നെയാണ്. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അവരുടെ എക്സസൈസ് പെട്ടത് അത്. അതേമാതിരി താടയുടെ ഭാഗത്ത് കണ്ണ് എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെ ആക്കലുണ്ടോ, ഇങ്ങനെ വിശാലമാക്കൽ, ജസ്റ്റ് ഒന്ന് വിശാലമാക്കി വിടുക. എന്നിട്ട് ഇതിന്റെ സ്ട്രെച്ചിങ് കറക്റ്റായിട്ട് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് വരും. അല്ലാതെ ഇതുവരെ 40-48 വയസ്സായി ഇതുവരെ കണ്ണൊന്നും ഇങ്ങനെ ആക്കി നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് കാലത്ത് അതാക്കുകയെന്ന് മരുന്നിട്ടിക്കുമ്പോൾ മാത്രം ആക്കൂ. അത് പോരാ, ഡെയിലി ആക്കണം. അതേമാതിരി കഴുത്ത് 2 ഭാഗത്തേക്കും തിരിക്കല്, മേലോട്ടും താഴോട്ടും തിരിക്കല്, 2 ഭാഗത്തേക്കും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കല്. അതേമാതിരി തന്നെ കൈ ചിലപ്പോൾ ഇത് പിടിച്ചാട്ടെ, ഞാൻ ഇതിന്റെ ചെറിയ ഭാഗങ്ങൾ പറയണേ. അതായത് ലീഡേഴ്സ് ആകുമ്പോൾ ഇതൊക്കെ വേണമെന്ന്. ഇപ്പൊ ലീഡേഴ്സിൽ ഏറ്റവും കൂടുതൽ വയസ്സായി നിൽക്കുന്ന ഒരാൾ എന്താണ്, 78 വയസ്സ്, ET മുഹമ്മദ് ബഷീർ സാഹിബ്. കറക്റ്റ് 78 വയസ്സായി. ഓക്കെ, 78. എന്റെ കൂടെ വന്നിരുന്ന അന്ന് തന്നെ ഞങ്ങൾ ഓസ്ട്രേലിയക്ക് ഉണ്ടാക്കാൻ പോയത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് 74-ാമത്തെ വയസ്സാണ്. അപ്പൊ ഇപ്പൊ 78 വയസ്സായി. നിങ്ങൾ നെറ്റ് നോക്കിയാൽ കാണാം 78 വയസ്സാണ് ETയുടെ വയസ്സ്. 73 എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കാണുന്നത് നെറ്റില്. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി ഒക്കെ കൂടുതൽ ഉണ്ടാവും. എന്തായാലും ശരി, അവരൊക്കെ ഇത് കുറേശ്ശെ ചെയ്യുന്ന ആൾക്കാരാണെന്ന്. ഇപ്പൊ ഏകദേശം 100ന്റെ അടുത്ത് വയസ്സായി ആർക്ക്, ഈ പറയുന്ന നമ്മുടെ VS അച്യുതാനന്ദൻ. ഇപ്പൊ സുഖമില്ലാതെ ഇരിക്കുകയാണെങ്കിലും അദ്ദേഹം 96 വയസ്സ് വരെ സജീവായിരുന്നു. നമ്മൾ എതിർ പാർട്ടിയിലുള്ള ആളെന്ന് പറഞ്ഞു ഒരു ഡ്രീം ഉണ്ടായിരുന്നില്ലേ. 96ാമത്തെ വയസ്സിൽ മൂപ്പർ എന്താക്കിയാ മൈക്കോടെ പോയി നിങ്ങൾ വിളിച്ചോണ്ടിരിക്കുക. അവോ വിട്ടുകൊടുക്കൂല. അവ എന്താന്ന് വെച്ചാൽ സോറി ട്ടോ, ഞാൻ കൈ കൊടുത്ത തന്നെയാണ്. ഇതൊക്കെ തമാശ പോട്ടെ. അപ്പോ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കിയാണ് 96ാമത്തെ വയസ്സിൽ മൂപ്പര് ഹിന്ദി പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഹിന്ദി ആകെ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളല്ലോ. നേ പ്രത്യയം ചേർത്ത്, കെ പ്രത്യയം ചേർത്ത്, ഗോ പ്രത്യയം ചേർത്ത് എന്ന് പറഞ്ഞാൽ ഇയാള് ആര്, നമ്മുടെ VS അച്യുതാനന്ദൻ പഠിക്കുന്ന സമയത്ത് പത്രക്കാർ ചോദിച്ചു നിങ്ങളിപ്പോൾ എന്തിനാ ഇടങ്ങറായിട്ട് ഹിന്ദി അടിക്കണമെന്ന്. ഒരു ദിവസം അയാളെ സ്വപ്നം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ നിങ്ങൾ, എന്തോ പാർട്ടി ഏതോ ആവട്ടെ, മൂപ്പര് പറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഹിന്ദിയിൽ ഈ മോഡിക്കെതിരെ എനിക്കൊന്ന് പ്രസംഗിക്കണം എന്നാണ്. ദാറ്റ്സ് ഡ്രീം. എത്രാമത്തെ വയസ്സിലുള്ള ഡ്രീം? 96ാമത്തെ വയസ്സിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഞാൻ അവരുടെ നേതാക്കന്മാരെ പൊക്കി പറയല്ല. ആ ഒരു ഡ്രീം ഉണ്ടല്ലോ, ഒരു വല്ലാത്ത ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വരുമ്പോഴുണ്ടാകുന്ന ഒരു സുഖമുണ്ട്. ഇല്ലാത്തതിൽ നിന്ന്, നമുക്ക് ഇല്ലാത്തതിൽ നിന്ന് ഇങ്ങനെ വളരണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു വലിയൊരു ചിക്കൻ ഷോപ്പിൽ ചെല്ലുന്ന ഒരു 11 വയസ്സായ കുട്ടി, പൈസ ഇല്ല അവൻ്റെ കയ്യിൽ, നട്ടപ്പാതിര നേരം ആ ഷോപ്പ് അടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഫ്രണ്ട് ഡോറ് പോയിട്ട് മുട്ടി. 11കാരനായ മോന് വിശന്ന് വലഞ്ഞിട്ട് ഒരു ബ്രെഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അലയുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്ക്. അങ്ങനെ അവിടെ പോയിട്ട് ആദ്യം മുട്ടിയപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ്, കാരണം തുറക്കൂല എന്ന് പറഞ്ഞ് ബാക്ക് സൈഡിലൂടെ പോയിട്ട് ബാക്കിൽ മുട്ടി. ഒരു പാവം സ്ത്രീ, അവിടുത്തെ പാചകക്കാരിയായ സ്ത്രീ ഒരു ബണ്ണെടുത്ത് കൊടുത്തു, ഒരു ബർഗർ പോലെയുള്ള ഒരു ബണ്ണ്. ആ ബണ്ണ് കഴിച്ചിട്ട് ആ കുട്ടി അന്നത്തെ അത്താഴം എന്തായത് കഴിച്ചു. ആ ഓർമ്മ ബാക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ 35ാമത്തെ വയസ്സിൽ ഒരു വലിയ ഹെലികോപ്റ്ററിൽ അദ്ദേഹം വന്നിറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ഈ സ്ത്രീയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇതാണ് ആ മനുഷ്യൻ്റെ ചരിത്രം. ആ സ്ത്രീ അന്വേഷിച്ച് നടന്നപ്പോൾ അവർ വീട്ടിൽ ഇപ്പോൾ സ്വസ്ഥമായിട്ട് കഴിയാണ്. പക്ഷെ അത്രമാത്രം വകയൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി ആ സ്ത്രീക്ക് ഇദ്ദേഹം സമ്മാനിച്ചത് ആ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ഹോട്ടലാണ്. നിങ്ങൾ ദ ഗ്രേറ്റ് റൊണാൾഡോയുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ. 11ാമത്തെ വയസ്സിൽ തൻ്റെ അത്താഴപ്പട്ടിണി മാറ്റി ഈ പാവം സ്ത്രീയെ അന്വേഷിച്ച് നടന്ന് ആ രാജ്യത്തെ ഏറ്റവും വില കൂടിയ ഹോട്ടൽ
ആ പാവത്തിന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ദി ഗ്രേറ്റ് റൊണാൾഡോ. ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന് ഉയർന്നു വന്നപ്പോൾ ആ പാവം സ്ത്രീക്ക് സമ്മാനം കൊടുത്തത് ഏറ്റവും ടോപ്പ് ഹോട്ടലായിരുന്നു. അപ്പോൾ 11 വയസ്സിൽ പട്ടിണി കിടന്നിട്ടുണ്ട്. 14ാമത്തെ വയസ്സിൽ ഇതേപോലെ എന്തായിട്ടുണ്ട്, അദ്ദേഹം അമ്മയുടെ കൂടെ എന്തിനു പോയിട്ടുണ്ട്, അടുത്ത വീട്ടിലെ തുടപ്പുകാരനായി പോയിട്ടുണ്ട്. പക്ഷെ ഡ്രീം എവിടെയും അവസാനിപ്പിച്ചില്ല, തൻ്റെ സ്വപ്നം എവിടെയും അവസാനിപ്പിച്ചില്ല. ഇതേപോലെ ഇരിക്കുന്ന നമ്മളൊന്നും ഒരു പക്ഷേ ആരുമാകില്ല, പക്ഷേ നമുക്ക് ഉയരാൻ പറ്റണം. നമ്മുടെ ചിന്താഗതി അങ്ങനെ ആക്കി മാറ്റണം. ആ ഒരവസ്ഥയിലാകുന്നത് വരെ നമ്മളോട് തന്നെ പോരാടിക്കൊണ്ടിരിക്കണം. അതിൽ നമ്പർ 1, നമ്മൾ സ്ലേറ്റ് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റില്ല, ബോർഡ് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരം ശരിക്കൊന്ന് നോക്കണം. ഇതിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡോക്ടേഴ്സ് പറഞ്ഞുതരും. നോബൽ പ്രൈസ് അതിന് കിട്ടിയത് അല്ലേ ഡോക്ടറെ? ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിങ്ങിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിൽ എതിർപ്പുള്ളവരും ഇതൊക്കെ ഉണ്ടാവാം. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന രാജ്യത്ത് നമ്മൾ പോയിട്ടുണ്ട്. ഒരുപാട് ഞാനിപ്പോൾ കുറേ കാലങ്ങളായിട്ട് അത് നിങ്ങൾ ഈ KMCCൻ്റെ പരിപാടിക്കൊക്കെ വരുമ്പോൾ നട്ടപ്പാതിക്ക് കഴിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ 7 മണിക്ക് കഴിച്ചാൽ പിറ്റേന്ന് ഏകദേശം ഒരു 7 മണി 8 മണി വരെ. അത് ചില ബോഡിക്ക് ചിലപ്പം പറ്റില്ലായിരിക്കാം, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. പക്ഷെ വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ളൊരു മോഡാണ് എന്ന് ലോകം തെളിയിച്ചൊരു സാധനമാണ്. വേണോ വേണ്ടിയോ എന്ന് നമ്മൾ വേറെ തീരുമാനിക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുക, സ്ട്രെച്ചിങ് ചെയ്യുക, അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഫിസിക്കൽ മോഡിൽ നമ്മൾ ഉഷാറാവുക. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരിക്കൽ വേങ്ങര മണ്ഡലത്തിൻ്റെ പരിപാടി നടക്കുകയാണ്. അപ്പോൾ ഞാൻ അതേപോലെ ക്ലാസ് എടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ 10 മണിക്ക് നിർത്തണം, 10:30 നിർത്തണം എന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുമ്പോൾ എന്നോട് വിളിച്ചിട്ട് അവിടുത്തെ ഹക്ക് എന്ന് പറഞ്ഞ ആളുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും വേങ്ങരയുള്ള ഹക്ക് എനിക്ക് ഫോൺ തന്നിട്ട് കുഞ്ഞാപ്പ സാഹിബാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങളൊരു ഏകദേശം ഒരു 12 മണി വരെ നീട്ടുമെന്ന് വെച്ചാൽ അവിടുന്ന് പിന്നെ 1.5 മണിക്കൂറുണ്ടേ. 12:30 വരെ ഞാൻ ഇപ്പം നിർത്താൻ പോകുന്നത്. അല്ല, ഞാൻ 12 മണിക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരാണ് ഉദ്ഘാടനം. വേങ്ങര മണ്ഡലമായതുകൊണ്ട് എത്താതിരിക്കാനും പറ്റില്ല, സ്വന്തം മണ്ഡലമാണല്ലോ, അതാണ് പ്രശ്നം. ഏതായാലും 12 മണിക്ക് മൂപ്പര് വരെ. ഞാൻ ഒരാളെ പൊക്കി പറയല്ല, ഞാൻ പ്രസംഗിച്ച് ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മൂപ്പര 12 മണിക്ക് ചുറ്റൊരു വരവാണ്, ചെറുപ്പക്കാർ നടന്നു കയറുന്നത് പോലെ വേദിയിലേക്ക്. അതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ഫിസിക്ക് നല്ല നോക്കുന്ന ആളാണ്. ഇല്ലാത്തതൊന്നും തിന്നൂല. ഞങ്ങൾ ഒരുപാട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തിന്നൂടിയിട്ടാ എല്ലാവരും ഇട്ട് കൊടുക്കും. അതെന്തിനാരോ അങ്ങോട്ട് ആരും ഇട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലിമിറ്റ് ചെയ്തിട്ടേ മൂപ്പര് പോവുള്ളൂ. മൂപ്പരുടെ വീടിൻ്റെ പിന്നാമ്പുറങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാവും. എല്ലാ വെജിറ്റബിൾസും എല്ലാ ഫ്രൂട്ട്സും ഒക്കെ അവനവൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ട് തിന്നുന്നൊരു ശൈലിയിലേക്ക് അദ്ദേഹം എത്തി. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? ഇങ്ങനെ ഓരോ ആൾക്കാർ, ഇപ്പോൾ സമദാനി സാഹിബ് കാലിന് വയ്യാന്നേ ഉള്ളൂ, പക്ഷേ വേറൊരു അസുഖം ആ സാധുവിനില്ല. കാലിന് വയ്യാത്ത അസുഖങ്ങളൊന്നും ആ സാധുവിനില്ല. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? അത് പാർലമെൻറ്റിലേക്ക് കഞ്ഞിയും ഉണക്കമീനും കൊണ്ടുപോകണം. ഉണക്കമീൻ കഴിക്കണോ വേറെ കാര്യങ്ങളാണ്. ഉണക്കമീനും കൊണ്ടുപോകണ ഏക MP ആയിരിക്കും മൂപ്പര്. ഇപ്പോഴത് പറയാറുണ്ട്, ഞാൻ പാർലമെൻറ്റിലേക്ക് എന്ത് കൊണ്ടുപോകാറുണ്ട്, കഞ്ഞി കൊണ്ടുപോകാറുണ്ട് എന്ന് വെച്ചാൽ ഫുഡിലുള്ള സൂക്ഷ്മത നേതാക്കന്മാരെ നിങ്ങൾ പാലിച്ചേ പറ്റൂ. നിങ്ങളോട് പറയുമ്പോൾ എനിക്കും ഒരു പാലിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് മനസ്സിലായോ? പാലിച്ചേ പറ്റൂ. അനാവശ്യമായ ഭക്ഷണങ്ങളും അനാവശ്യമായ കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. നമ്പർ 2, ഇൻ്റലക്ച്വൽ ചേഞ്ച്. ഇപ്പം നമുക്ക് ബുദ്ധിപരമായ സാമർത്ഥ്യം. നമുക്ക് 4 സാധനം ഉള്ളത്. ഇസ്ലാമികപരമായി പറഞ്ഞാൽ ഏതൊക്കെയാണ് ഉള്ളത് ഒന്ന് പറഞ്ഞാട്ടെ. നമ്മളിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് ഒന്ന് പറയും. 1 ശരീരം ആണോ അല്ലേ? ഉറപ്പല്ലേ? രണ്ടാമത്തത് ഇതിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ടതെന്ന് വിശ്വാസം പറഞ്ഞത് ഏതാ? ഹൃദയം. ഏതാണ്? ഹാർട്ട്, കൽബ് എന്ന് പറഞ്ഞ സാധനം. മൂന്നാമത്തേതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി ഉണ്ട്, അതേതാ? ബ്രെയിൻ. അതേതാണ്? ബുദ്ധി. മനസ്സിലായോ? 4ാമത്തെ ഒന്നും കൂടി ഇസ്ലാമിക വീക്ഷണ പറഞ്ഞത്. 4ാമത്തെ ഒന്നും കൂടി ഉണ്ട്, അതേതാ? കുറച്ചും കൂടി പവർഫുൾ ആയത് സോൾ. ഏതാണ്? ആത്മാവ്. ഈ 4നെയും എന്താക്കണം? നമ്മൾ സംതൃപ്തിപ്പെടുത്തണം. മനസ്സിലായിട്ടുണ്ടോ? ഒരു നേതാവ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നിനെ സംതൃപ്തിപ്പെടുത്തുക. ചില ആൾക്കാർ ബുദ്ധിപരമായി പഠിച്ച് വായിച്ച് ബുദ്ധിപരമായി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും. അയാളുടെ ഫിസിക്ക് വീക്കായിരിക്കും, അയാൾ ഇമോഷണലി ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകില്ല, സ്പിരിച്വലി അള്ളാഹുവിന് അടുത്തിട്ടുണ്ടാവില്ല. നേരെ മറിച്ചിട്ട് ചില ആൾക്കാരുണ്ടാവും ആത്മീയപരമായി ഭയങ്കര ഉഷാറായിരിക്കും, പള്ളി ഉണ്ടാവും, മദ്രസ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, പ്രാർത്ഥന ഉണ്ടാവും, ദിക്ർ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ സമൂഹത്തിലേക്ക് ഇറങ്ങൂല. അവിടെ അവൻ്റെ ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം ഇമോഷണലി ആളുകളോട് അടുക്കണം, ആളുകൾക്ക് സഹായം ചെയ്യണം, ആളുകൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ആ വേദനകൾ ഏറ്റെടുക്കണം. അതിന് അപ്പോൾ ദീനെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞാട്ടെ. 1 ശാരീരികമായി നമ്മൾ ചെയ്യുന്നതുണ്ട്, ബുദ്ധിപരമായി നമ്മൾ ചെയ്യുന്നതുണ്ട്, അതേപോലെ തന്നെ ഇമോഷൻ കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ദീനീ വ്യാഖ്യാന പ്രകാരം ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഹൃദയവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് എൻ്റെ എന്താ പറയുക
പിന്നെ ഹൃദയതുല്യമായ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഹൃദയം പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന, അതായത് മനുഷ്യൻ്റെ വേദനകൾ ഏറ്റുവാങ്ങുന്ന ഇടമെന്ന് ഇസ്ലാം പരിചയപ്പെടുന്ന ഹൃദയത്തെയാണ്. അപ്പോൾ അത് മനുഷ്യരോട് ബന്ധപ്പെട്ട കടപ്പാടുകളാണ്, അവരുടെ വേദനകളാണ്. ഇപ്പം എന്തുകൊണ്ടാണ് വയനാട്ടിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വൈറ്റ് ഗാർഡിൻ്റെ ആളുകൾ പെട്ടെന്ന് ഓടിയെത്തിയത്? ഞാൻ കുറ്റപ്പെടുത്തല്ല, DYFI കുറേ കഴിഞ്ഞിട്ട് എത്തുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? വൈറ്റ് ഗാർഡ് എല്ലാറ്റിനെയും ഹൈജാക്ക് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അവരെത്തിയത് 4ാമത്തെ ദിവസമാണ്. പക്ഷെ വൈറ്റ് ഗാർഡും യൂത്ത് ലീഗിൻ്റെ മക്കളും മുസ്ലിം ലീഗിൻ്റെ ആളുകളും ആദ്യ ദിവസം തന്നെ ഓടിയെത്തി. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് എന്തെങ്കിലും സംഘടനയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ ആദ്യം ആലോചിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്. അള്ളാഹു നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമെന്ന ആ ഒരു വല്ലാത്തൊരു പ്രതീക്ഷയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്ന് പറയുന്ന ലീഡേഴ്സ് ഈ 4ഉം ഫുൾഫിൽ ചെയ്യണം. ഏതൊക്കെയാണെന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ പറ, നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ഒന്നും കൂടി പറഞ്ഞോളി. ഒന്ന് ഏതൊക്കെയാണ്? ശരീരത്തെ നമ്മൾ എന്താക്കണം? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ എന്നെ തന്നെ കാക്കണം എന്നുള്ളതാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരെ ഇറാനിൽ നിന്ന് വീട്ടിലെത്തിയ സമയത്താണ് അറിയുന്നത് അദ്ദേഹം കിടന്നുറങ്ങാണ്. നേരം ഉച്ച നേരവുമാണ്, ളുഹ്ർ കഴിഞ്ഞിട്ടുള്ള ഉറക്കം. അതിൽ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി എഴുന്നേറ്റപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തൊരാളാണ്? 20 രാജ്യത്തിൻ്റെ ചക്രവർത്തിയാണ് നിങ്ങൾ. 20 രാജ്യമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിൻ്റെ കീഴിലുള്ളത്, ഇറാനും ഇറാഖും ഇതൊക്കെ അടക്കം. ഇത്രയും വലിയ അമീറുൽ മുഅ്മിനീനായിട്ട് നിങ്ങൾ എന്ത് പണിയാണ്, ഉച്ചയ്ക്ക് കിടന്നുറങ്ങാണോ എന്ന് ഇയാൾ ചോദിക്കുകയാണ്. ഇറാനിൽ നിന്ന് വന്ന ആൾ, അന്നത്തെ പേർഷ്യ. ആ മനുഷ്യനോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എനിക്ക് അള്ളാഹുവിനോട് കടപ്പാടുണ്ട്, എനിക്കെൻ്റെ കുടുംബത്തോട് കടപ്പാടുണ്ട്, എനിക്കെൻ്റെ സമൂഹത്തോട് കടപ്പാടുണ്ട്, എനിക്കെൻ്റെ ഈ തടിയോടും കടപ്പാടുണ്ട്. കാരണം വിശ്രമിക്കുക എന്നത് എൻ്റെ തടിയോട് ചെയ്യാനുള്ള കടപ്പാടാണ്. കാരണം രാത്രിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് രാത്രിയിൽ എനിക്ക് ഉറക്കം കുറവാണ്. അതുകൊണ്ട് പകലൊരു ലേശം കിടന്നുറങ്ങിയേ പറ്റൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അവിടെ നമുക്ക് നമ്മുടെ ശരീരത്തോട് കടപ്പാടുണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ജേർണി വിത്ത് മീ. എൻ്റെ കൂടെയുള്ള എൻ്റെ യാത്ര. അതിൽ നമ്മൾ എന്താക്കണം? എൻ്റെ കൂടെയുള്ള എൻ്റെ യാത്ര എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഊട്ടിക്കും മൈസൂർക്കും മാത്രമാണെന്ന്. എൻ്റെ കൂടെയുള്ള എൻ്റെ യാത്രയിൽ എൻ്റെ ജോക്കിംഗ് ഉണ്ട്, എൻ്റെ എക്സസൈസ് ഉണ്ട്, ഒറ്റയ്ക്കുള്ള എൻ്റെ സഞ്ചാരങ്ങളുണ്ട്, എൻ്റെ സഞ്ചാരപഥങ്ങളുണ്ട്, ഒറ്റയ്ക്കിരുന്നുള്ള ചിന്തയുണ്ട്, ഒറ്റയ്ക്കിരുന്നുള്ള വായനയുണ്ട്, ഒറ്റക്കാളുകൾ റീഡ് ചെയ്യലുണ്ട്, ഒറ്റയായി നടക്കലുണ്ട്, ഒറ്റക്കായി എല്ലാം തീരലുണ്ട്. അതിൻ്റെ പേരാണ് ഏകാന്തപഥികൻ. അത് നമ്മളായേ പറ്റൂ. അപ്പോഴേ നമുക്കൊരു ചിന്ത വരും. നമ്പർ 2, വിത്ത് മൈ ഫാമിലി. എൻ്റെ കുടുംബത്തോടൊപ്പമുള്ള എൻ്റെ യാത്ര. യാത്രയിൽ രണ്ടാമത്തേത് ഏതാണ്? ഏറ്റവും ബെസ്റ്റ് യാത്ര കുടുംബത്തോടൊപ്പം, ഭാര്യ മക്കളോടൊപ്പമുള്ളൊരു യാത്ര. നമ്മൾ ചെയ്യലുണ്ടല്ലോ അല്ലേ? അത് കൃത്യമായിട്ട് ചെയ്യണവരൊന്ന് കൈപ്പൊക്കട്ടെ. ഭാര്യ മക്കളോടൊപ്പമുള്ള യാത്ര. കുറച്ച് ആൾക്കാർ പിന്നെ പൊക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കുകയാണ്. നിർബന്ധമായിട്ടും ചെയ്തേ പറ്റൂ. കാരണം കുടുംബത്തോടൊപ്പമുള്ള യാത്ര നിർബന്ധം, നമ്മളെ ഫാമിലിയോടൊപ്പം. ഇനിയുള്ള യാത്രകൾ അധികം ചെയ്യൂല, ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ചെയ്യണവരുണ്ടെങ്കിൽ നല്ലത്. വിത്ത് മൈ സ്പോസ്, എൻ്റെ ഭാര്യയോടൊപ്പം മാത്രമുള്ള യാത്ര. വെറുതെ ഇങ്ങനെ പൊക്കണ്ട. മക്കളൊക്കെ പെരയിലാക്കിയിട്ട് ഭാര്യനോടൊപ്പമുള്ള കപ്പിൾസ് ജേണി നടത്തലുണ്ടാ? വല്ലാണ്ട പൊക്കാനൊന്നും ആളുണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? ക്യാമറ ചിലത് കട്ട് ചെയ്യണേ. ഇത് ശ്രദ്ധിക്കും. ഇവിടെ നോക്കി, ഇത് കല്യാണം കേൾക്കാത്തൊരാരും കാര്യമായിട്ടുണ്ടാവില്ല തോന്നുന്നുണ്ട്. ഈ മക്കളെ കൂടെ ഉണ്ടാകുമ്പോൾ റൊമാൻറ്റിക് മൂഡ് പുറത്തെടുക്കാൻ പറ്റുമോ? കാരണം മക്കൾ കാണുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. ഈ അവനാൻ്റെ തറവാട് വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ മാക്സിമം ഒരു 5 കൊല്ലം നിൽക്കാൻ പാടുള്ളൂ എന്നാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് വേഗം മാറണം. കാരണം നമ്മൾ കയറി വരുമ്പോൾ നമ്മളെ ഹഗ് ചെയ്യാൻ പൂതി ഉണ്ടാവും. ആർക്ക്? നമ്മളെന്താ പറയാത്ത ആർക്ക്? നമ്മളെ ഭാര്യയ്ക്ക് ആണോ? അല്ലേ? നമുക്കൊരു ഉമ്മ കൊടുക്കാൻ പൂതി ഉണ്ടാവും. ഇത് ഉമ്മ വായിലുറക്കുക, പാപ്പ കാത്തിക്കുക, അതിനിടയിൽ ഭാര്യ ഇപ്പം എന്തൊക്കെ വന്നിട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നമ്മൾ എന്താക്കണം? ഒരു വിത്തിൻ 5 years നമ്മൾ അടുത്തേക്ക് തന്നെ മാനിപ്പാനൊക്കെ നോക്കുന്ന രീതിയിൽ എന്താക്കണം? ഒന്ന് മാറിയേക്കണം. ഇതിനൊക്കെ ഇസ്ലാമിക മാനദണ്ഡം ഉണ്ട് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 മക്കളെ വിവാഹം കഴിപ്പിച്ചു. ആരൊക്കെ? സൈനബ്, റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ. ആരോടാ പോയി പറഞ്ഞത്? ഇതൊക്കെ റസൂലുള്ളാഹിന്റെ മക്കളെ പേരാണ്. നമുക്കൊരു ഫാത്തിമ ബീവിൻ്റെ പേരറിയും അല്ലേ? അങ്ങനെ നിൽക്കുകയാണ്. ഈ 4 പേരെ കെട്ടിച്ചയച്ചപ്പെടും. റസൂലുള്ളാഹിയുടെ നിയ്യത്ത് സ്വന്തമായി ഒരു വീട് വെക്കലായിരുന്നു. അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്തു കൊടുത്തത് ഓല വീടാണെങ്കിൽ പോലും ആർക്കാണ്? ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്കാണ്. കൂടെ നിർത്താം അല്ലേ? കൂടെ നിർത്താം, പക്ഷേ നിർത്തിയില്ല. കാരണം എന്താ? അത് റൊമാൻറ്റിക് മൂഡ് വേറെയാണ്. അതുകൊണ്ട് എൻ്റെ KMCCയുടെ നേതാക്കന്മാരോട് ഞാൻ പറയാണ്, ഈ ശനിയാഴ്ച ഞായറാഴ്ച മുഴുവൻ പരിപാടി നടക്കണതിലിടക്ക് എന്താക്കണം? 1 ബളിയും കൊണ്ട്
യാത്ര പോകണം. നാട്ടിലെത്തിയിട്ട് ഇപ്പം കുടുംബം നാട്ടിലാന്ന് വിചാരിച്ചോ, ഒറ്റക്കൊരു യാത്ര, എന്നിട്ട് ഏതെങ്കിലും കുന്നിൻ്റെ മേലെ പോയിരിക്കുക, എന്നിട്ട് ഇങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് എന്താക്കുക, ഓളെടുത്ത് എറിയരുത് കേട്ടാ, മനസ്സിലായ, കുന്നിൻ്റെ മേലൊക്കെ പോയിരിക്കുക, ഒരു റൊമാൻറ്റിക് മൂഡിലൊരു യാത്ര നടത്തി. ഇല്ലെങ്കിൽ എന്താവുന്നറിയോ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ റൊമാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ റൊമാൻസൊക്കെ ഹായ് ആയിട്ട് വേറെടുക്കെങ്കിലുമൊക്കെ പോകും. അതിന് കുറച്ച് അലൂമിനി മീറ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, മനസ്സിലായ, പഴയ 10ാം ക്ലാസ് അല്ലേ, പഴയ 10ാം ക്ലാസ്, പഴയ +2 എന്നൊക്കെ പറഞ്ഞാൽ കുറേ നമ്മളങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിത്ത് അവർ കപ്പിൾ മീൻസ് അവൾ നമ്മുടെ സ്പോസ്, നമ്മുടെ ഇണയോടൊപ്പമുള്ള നമ്മുടെ യാത്ര. പിന്നെ ഒന്ന് വിത്ത് മൈ സൊസൈറ്റി. ഇത് വിശദീകരിച്ച് പറയാൻ കുറേ ഉണ്ട് കേട്ടോ. വിത്ത് മൈ സൊസൈറ്റി, എൻ്റെ സമൂഹത്തോടൊപ്പമുള്ള എൻ്റെ യാത്ര. അത് സമൂഹത്തിന് വേണ്ടി ചിന്തിക്കലുണ്ട്, സമൂഹത്തിന് വേണ്ടി പദ്ധതി ഇടലുണ്ട്, സമൂഹത്തെയും കൂട്ടിയുള്ള യാത്രയുണ്ട്. ഇവിടെ നിന്ന് KMCCക്കാർ എവിടേക്കൊക്കെ കൂട്ടമായിട്ട് യാത്ര ചെയ്യാറുണ്ട്. കഴിഞ്ഞ മാസം പോയി, എവിടേക്കൊക്കെ പോയി? UAE-ക്കകത്ത് തന്നെ പോയി. ഇനി പറ്റുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള രാജ്യത്തേക്കൊക്കെ ഒന്ന് നല്ല രീതിയിലുള്ള യാത്രകൾ, അസർബൈജാൻ ആകട്ടെ, മറ്റുള്ളിടത്താകട്ടെ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് വിസ വേണ്ടാത്ത, നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന, പൈസ കുറേ ചിലവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ സമൂഹത്തോടൊപ്പം നാട്ടിലെത്തിയാൽ എന്ത് യാത്ര ചെയ്യണം? നാട്ടിലെത്തിയാൽ 65-70 വയസ്സായ വയസ്സന്മാരെയും കൂട്ടിയിട്ട് ബസ്സിലിട്ടിട്ട് വയനാട് കൊണ്ടേ കാണിച്ചു കൊടുക്കണം. ഈ പറഞ്ഞ കവളപ്പാറയും ഈ പറഞ്ഞ മേപ്പാടിയും ഈ പറഞ്ഞ ഇതൊക്കെ എന്താ നടന്നതെന്ന് ഇവർക്കൊന്നും മനസ്സിലാകണം. നമ്മൾ ഈ പ്രായം ചെന്നവരെയും കൊണ്ട് യാത്ര തിരിക്കണം. നമ്മൾ യാത്ര പോയിട്ടുണ്ട് വയനാട്ടിലേക്കും അതേമാതിരി തന്നെ എറണാകുളത്തേക്കൊക്കെ പോകുമ്പോൾ ആദ്യമായിട്ട് എറണാകുളം കാണുന്ന 10-20 ആൾക്കാരെ ബസ്സിലുണ്ട്. ഫസ്റ്റ് ടൈമായിട്ട് എറണാകുളം കാണുന്നവർ, പാവം കർഷകന്മാർ, ഒന്നിനും കഴിവില്ലാതെ നിൽക്കുന്ന ആൾക്കാർ, ഇവരെയും കൊണ്ട് നമ്മൾ യാത്ര തിരിക്കണം. നല്ല രസമല്ലേ? KMCCയുടെ നിങ്ങൾ നാട്ടിലെത്തിയാൽ ചെയ്യേണ്ട പണിയാണ് പറഞ്ഞത്. ഒരു 2 ബസ് എന്താക്കുക, അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10-30,000 രൂപ ചിലവാകും. പക്ഷെ ആ 30,000 രൂപ ചിലവായാലും 30 കൊല്ലത്തെ കമ്മിറ്റ്മെൻറ്റ് അവർക്ക് നിങ്ങളോടുണ്ടാവും. ഈ പ്രായം ചെന്ന ആൾക്കാർ, ഞാൻ ഈ പ്രായം ചെന്ന ആൾക്കാരെ ആദരിക്കുന്ന കുറേ ചടങ്ങുകൾ പങ്കെടുത്തതാണ്. അവർ കരയണ മാതിരി ഒരാളും കരയാറില്ല. പണ്ടത്തെ CHനെ കുറിച്ചുണ്ട് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ശരിക്കും പ്രവാസി ലീഗിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് CHനെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം നമ്മൾ കാണുന്നതിന് മുമ്പ് അദ്ദേഹം ഈ ലോകത്തോട്. പക്ഷേ പാതിരാവിൽ ആളുകൾ കാത്തു നിൽക്കുന്നതും രാത്രി 1:30 മണി വരെ ടൗണിൽ മുഴുവൻ കാത്തു നിൽക്കുന്നതും CH വരുന്നേ എന്ന് പറഞ്ഞിട്ട് ആളുകൾ കാത്തു നിൽക്കുന്നതും, അങ്ങനെ അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, അങ്ങനെ വന്ന് തങ്ങൾ അടുത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് പീഡികക്കൊലായിൻ്റെ മേൽ അതിൻ്റെ വരാന്തകളിലും അതേപോലെ സ്ത്രീകളൊരു ഭാഗത്തും CHനൊരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നതും, അതുകൊണ്ട് പറയുമ്പോഴേക്ക് പഴയ വയസ്സന്മാർ കണ്ണിങ്ങനെ ഒലിക്കും. കാരണം എന്താണെന്നറിയോ, അവരന്ന് കാത്തു നിന്നവരിൽപ്പെട്ട ആളായിരിക്കും. എന്നിട്ട് വന്നിട്ട് ഞാൻ യാത്രയിൽ വൈകിപ്പോയി, നിങ്ങളുടെയൊക്കെ മക്കൾ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നത് ഞാൻ സ്വപ്നം കാണുന്നു. ആരോടായി പറഞ്ഞത്? യൂണിവേഴ്സിറ്റി എന്ന വാക്ക് പോലും പറയാനറിയാത്ത പാവം ഉമ്മാമ്മമാരോട് അന്ന് CH പറഞ്ഞിരുന്ന വാക്കായത്. നിങ്ങളുടെയൊക്കെ പേരക്കിടാങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വരാന്തയിലൂടെ നടന്നു പോകുന്നത് ഞാൻ ഇന്ന് സ്വപ്നം കാണുന്നു എന്ന്. തെരുവിൽ കഴിയുന്ന പാവം ഉമ്മാമ്മമാരോട് യൂണിവേഴ്സിറ്റി എന്ന പേര് പോലും പറയാനറിയാത്ത, സർവകലാശാല എന്ന് ഒരിക്കലും മലയാളത്തിൽ പോലും പറയാനറിയാത്ത പാവം ഉമ്മാമ്മമാരെ നോക്കിയിട്ടാണ് നിങ്ങളുടെ കോന്തലയിൽ കോന്തല എന്ന് പറഞ്ഞ സാധനം മനസ്സിലായോ? പഴയ ആൾക്കാർക്ക് അറിയും, പുതിയ തലമുറക്ക് അറിഞ്ഞോളൊന്നുമില്ല. കറുത്ത തുണിയുടെയും വെളുത്ത തുണിയുടെ അറ്റത്ത് കെട്ടിവെക്കുന്ന നാലെണ്ണ എന്ന് പറഞ്ഞാൽ എത്ര? 25 പൈസ. 8 എന്ന് പറഞ്ഞാൽ എത്ര? 50 പൈസ. 4 തുട്ടുകൾ എറിഞ്ഞുതാ, ഞാൻ എൻ്റെ സമൂഹത്തിനൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കട്ടെ. ഇതായിരുന്നു അന്ന് CH. അന്നെന്ന് പറഞ്ഞാൽ കൊടക്കമ്പി നേരാക്കുന്ന മലപ്പുറത്തുകാർക്ക് യൂണിവേഴ്സിറ്റിയോ എന്ന് ചോദിച്ചു കൊണ്ടിരുന്ന തെരുവിലെ ആളുകൾ അപ്പുറത്ത്, അന്ന് ആലപ്പുഴയിലും തിരുവനന്തപുരത്തും. ആ സമയത്ത് CH പറയുന്നത്, നിങ്ങളുടെയൊക്കെ മക്കൾ വരാന്തയിലൂടെ യൂണിവേഴ്സിറ്റിയിലൂടെ കടന്നു പോകുന്നത് ഞാൻ സ്വപ്നം കാണുന്നു. പെൺകുട്ടികൾ, തട്ടമിട്ട പെൺകുട്ടികൾ, അദ്ദേഹത്തിൻ്റെ വാക്കതാണ്, തട്ടമിട്ട പെൺകുട്ടികൾ പള്ളിക്കൂടത്തിലേക്ക് കടന്നു പോകുന്നത് ഞാൻ സ്വപ്നം കാണുന്നു. സർവകലാശാലക്ക് നിങ്ങൾ എറിഞ്ഞുതാ. അന്ന് പാവം സർവകലാശാല എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ കഴിയാത്ത പാവം പെണ്ണുങ്ങൾ, നമ്മുടെ ഉമ്മാമ്മമാർ എറിഞ്ഞു കൊടുത്ത പൈസ കൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് CH മുഹമ്മദ് കോയ സാഹിബ് തുടക്കമിട്ടത്. ഇന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അവിടെ ഇരുന്നിട്ട് ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ആരെതിർത്താലും ഗൂഗിൾ നിങ്ങൾക്ക് പറഞ്ഞു തരും CH മുഹമ്മദ് കോയ ഈസ് ദ ഫാദർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന്. അതായിരിക്കണം ഓരോരുത്തരുടെയും മനസ്സിൽ. കാരണം അന്ന് 1ാം ക്ലാസ് പോലും സ്വപ്നം കാണാത്ത ആളുകൾക്കാണ് അന്ന് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്വപ്നം ഇട്ട് കൊടുക്കുന്നത്.